നൂറെ ഹബീബ് എന്ന ആത്മീയ വാണിഭ മജ്ലിസിനെ കുറിച്ച് ഇന്നലെയും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനതിൽ പ്രധാനമായും പറഞ്ഞത് അതിൻ്റെ വിജയം അതിൻ്റെ മുത്തുമണികളും പിന്നെ തലയെക്കെട്ട് കെട്ടിയ ചില മൂല്യാക്കന്മാരുമാണെന്നാണ്. മൂല്യാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കീശയിലേക്ക് നല്ല കാശ് വീഴുന്നത് കൊണ്ട് അവരങ്ങനെ കൂടെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ദർസ് നടത്തുന്ന മൂല്യാരുടെ ശമ്പളം 50,000 രൂപയാണെന്നാണ് ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. മൂല്യാരുടെ മക്കളുടെ വിവാഹത്തിന് നൂറെ ഹബീബിൻ്റെ വകയായി കൊടുത്തത് 5 ലക്ഷമാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യം എത്രമാത്രം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ന്യായമായ കാശ് കിട്ടുന്നത് കൊണ്ട് തന്നെ മൂല്യാക്കന്മാർ നിരന്നിരുന്ന് തങ്ങളുപ്പാപ്പയുടെ എന്തിനേയും ന്യായീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മുത്തുമണികളും. അവർ തങ്ങളുപ്പാപ്പ എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി വിശ്വസിക്കും. എന്ന് മാത്രമല്ല, തങ്ങളുപ്പാപ്പ പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാനും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനുമൊക്കെ അവർ മത്സരിക്കുകയാണ്. തങ്ങളുപ്പാപ്പക്കെതിരെ ആരെങ്കിലും ഒരു വീഡിയോ ഇറക്കിയാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി പടപൊരുതാനും മുത്തുമണികൾ റെഡിയാണ്. വേണമെങ്കിൽ AI വീഡിയോകൾ ജനറേറ്റ് ചെയ്ത് അവർക്കെതിരെ പ്രദർശിപ്പിക്കാനും മുത്തുമണികൾ മുമ്പിലുണ്ടാകും. എന്തുകൊണ്ടാണ് മുത്തുമണികൾ ഇങ്ങനെ തങ്ങളുപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുന്നത്? മൂല്യാക്കന്മാർക്ക് കാശ് നല്ലോണം കീശയിൽ വീഴുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ മുത്തുമണികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തങ്ങളുപ്പാപ്പാക്ക് വേണ്ടി പണിയെടുക്കുന്നത്? അത് തങ്ങളുപ്പാപ്പയുടെ ഒരു കഴിവാണ്. എവിടെ എന്ത് എങ്ങനെ പറയണമെന്ന് തങ്ങളുപ്പാപ്പാക്ക് നന്നായിട്ടറിയാം. മുത്തുമണികളുടെ ആദരവ് പിടിച്ചു പറ്റാൻ വേണ്ടി തങ്ങളുപ്പാപ്പ ഇടക്കിടക്ക് ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളാണ്, ഞങ്ങൾ അഹ്ലുബൈത്താണ്, അഹ്ലുബൈത്തിനെ ആദരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തങ്ങന്മാരാണോ അഹ്ലുബൈത്താണോ എന്ന കാര്യത്തിലൊക്കെ സമൂഹത്തിൽ പല അഭിപ്രായങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ തങ്ങന്മാരുടെ സംഘടനകൾ പോലും എന്നെ എത്ര തവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അദ്ദേഹം തങ്ങളല്ല എന്ന്. എന്നാൽ ചില ആളുകൾ അദ്ദേഹം തങ്ങളാണെന്നും പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ തങ്ങളെന്ന് തന്നെയാണ് ഇന്നോളം വിളിച്ചിട്ടുള്ളതും. എന്തുകൊണ്ടാണ്? തങ്ങളാകാനുള്ള സാധ്യത 1% ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പേരിൽ കുറ്റക്കാരനാകരുത് എന്നാഗ്രഹിച്ചിട്ടാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ഞാൻ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നിലവിട്ടൊരു വാക്കുപോലും ഇന്നോളം ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അധിക്ഷേപിച്ചൊരു പേര് വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയേക്കാം, നിലവിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേക്കാം. പരമാവധി ഞാൻ കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേക്കാം. എന്തുകൊണ്ടാണ്? അത്ര വലിയ ചൂഷണമാണ് ആത്മീയതയുടെ പേരിൽ അദ്ദേഹം നടത്തുന്നത്. അതിനുവേണ്ടി അദ്ദേഹം സഹതാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടുപിടിക്കാൻ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കൂട്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സ്വന്തം ആത്മീയ വാണിഭത്തിന് അദ്ദേഹം തെളിവുണ്ടാക്കുകയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന സൂറത്ത് അദ്ദേഹം ഓതിക്കൊണ്ട് പറയുന്നത് കേട്ടു നോക്ക്. കേട്ടാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് അദ്ദേഹത്തിനോട് അല്ലാഹു തആല നേരിട്ട് പറയുന്നതാണ് എന്ന്. മുത്തുമണികളുടെ സഹതാപം പിടിച്ചു പറ്റാൻ ചെറുപ്പത്തിലെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിലെ യത്തീംഖാനയിൽ വളർന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ എല്ലാ മജ്ലിസുകളിലും വിളമ്പാണ്. എന്തിനു വേണ്ടിയാണ്? ഈ പാവപ്പെട്ട മുത്തുമണികളുടെ സഹതാപം പിടിച്ചു പറ്റണം, അവരെ കൂടെ നിർത്തണം, എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആത്മീയ വാണിഭ മജ്ലിസിനെ പ്രചരിപ്പിക്കണം. 80 കൊല്ലത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ബക്കരി തങ്ങള് 80ഓളം കൊല്ലത്തോളം അള്ളാഹിനോട് ദുആ ചെയ്തു. റബ്ബേ, ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു സ്വലാത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ കലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുതീക റബ്ബുക ഫതർലാ അലം യജിദിക യതീമൻ ഫആവാ. നബിയേ, അല്ലാഹ് നബിയോട് പറയാണ്, നിങ്ങളെ ഞാൻ യതീമാക്കി പടച്ചില്ല നബിയേ. ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കതുപോലെ ഒരുപാട് നിഅമത്ത് ഞാൻ തന്നിട്ടുണ്ടെന്ന് അള്ളാഹു നബിയോട് പറയാണ്. നൂറെ ഹബീബ് തങ്ങളെ, നിങ്ങളെ ചെറുപ്പത്തിലെത്തിയുമല്ലേ, നിങ്ങൾ ചെറുപ്പത്തിലെത്തിയുമല്ലേ, നിങ്ങൾ പട്ടിണി കിടന്നിട്ടില്ലേ, ഒരുപാട് വിഷമിച്ചിട്ടില്ലേ, അവിടുത്തെ ഉമ്മയെ നോക്കാൻ, അവിടുത്തെ അനുജന്മാരെ നോക്കാൻ യതീംഖാന കലണ്ടർ വിറ്റ് നടന്നിട്ടില്ലേ, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഖൈർ തന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ
ഖൈർ തന്നില്ലേ? ലോകം അറിയപ്പെടുന്ന, അതുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ വരും. അതിലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലി നടന്നോ. നിങ്ങൾ വിട്ടുപോകുന്നവരെ പൊയ്ക്കോളും. നിങ്ങളെ പണിയെടുത്ത് ജീവിച്ചോള്. നിങ്ങളെ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കോ. ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തൂല. ആയത്തിങ്ങനെ ഓതിയിട്ട് നീട്ടി മണിച്ച് നല്ല വശ്യമായ ശൈലിയിൽ ഇങ്ങനെ വഴലിന്റെ രൂപത്തിൽ പറയുന്നത് ശുദ്ധമായ ആത്മീയ ചൂഷണമാണ്. തലേക്കെട്ട് കെട്ടിയ ന്യായീകരിക്കുന്ന മൂല്യാക്കന്മാരെ, നിങ്ങൾ ഇതിനെ ഒന്ന് ന്യായീകരിച്ചതാ. നിങ്ങൾ എന്തിനെ ന്യായീകരിച്ചു കൊടുക്കുമല്ലോ. ഇപ്പൊ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് തേനിലെ കൂതിക്കോ എന്ന് പറഞ്ഞതിനെ വരെ ന്യായീകരിച്ചവരാ നിങ്ങൾ. നിങ്ങൾക്ക് കിട്ടണ കാശിന് നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനെ ഒന്ന് ന്യായീകരിക്ക്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് ഓതിയിട്ട് ഓതണതോ തെറ്റ്, പോട്ടെ, അത് അദ്ദേഹം പഠിക്കാത്തത് കൊണ്ടാണ്. സ്വജ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ അതിനെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകരെ അള്ളാഹു തആല ആശ്വസിപ്പിച്ച ആയത്താണ്. അതിലെന്താ പറഞ്ഞത്? ഈ ഇദ്ദേഹം പറയാൻ, നിങ്ങൾ നിങ്ങളുടെ സ്വലാത്തും ചൊല്ലി നടന്നോ, ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തൂല എന്ന് പറയുമ്പോൾ ആരാണാ ഞാൻ? അള്ളാഹു ആണോ? ഈ ആയത്ത് നിങ്ങൾക്ക് കൂടി ഇറങ്ങിയതാണോ തങ്ങളെ? എന്തു തോന്നിയാസാണ് അള്ളാഹിന്റെ ദീനിന്റെ പേരിൽ ഈ കാണിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മുത്തുനബി തങ്ങളെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ആത്മീയ ചൂഷണത്തിന് തെളിവുണ്ടാക്കുകയാണോ? എന്താ വദ്ദുഹാ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത്? അലം യജിദ്ക യതീമൻ ഫആവ, നബിയെ, അങ്ങ് അനാഥനായിരുന്നു, അങ്ങേക്ക് ഞാൻ അഭയമൊരുക്കി തന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ട ആളാണ്, അബ്ദുൽ മുത്തലിബ്. അത് കഴിഞ്ഞ് അബൂ താലിബ്. അങ്ങനെ പലരും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സംരക്ഷണം ഏറ്റെടുത്ത് വളർത്തി വലുതാക്കി. അള്ളാഹു തആല ആ കൊടുത്ത അഭയത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അതല്ലാതെ തങ്ങൾ പാപ്പ കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കിയതോ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചതോ എന്നിട്ട് വലിയ മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ വലിയ മണിമാളികകൾ പടുത്തുയർത്തിയതോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിരുന്ന നിഅമത്താണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് എങ്ങനെയാ കഴിഞ്ഞിരുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? ആയിഷ ബീബിയുടെ സഹോദരിയുടെ മകനായ ഉർവ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ? ഉർവ, എന്റെ സഹോദരിയുടെ മകനെ, ഞങ്ങളുടെ വീട്ടിൽ തുടർച്ചയായി 2 മാസത്തോളം അടുപ്പ് പുകയാറില്ലായിരുന്നു. ബുഖാരിയിലുള്ള ഹദീസല്ലേ? ഉർവത്ത് ബിൻ സുബൈർ ചോദിച്ചു, പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിച്ചു? മറുപടി എന്താ? 2 കറുത്ത സാധനങ്ങൾ, പച്ചവെള്ളവും കാരക്കയും. അത് കഴിച്ചിട്ടാണ് ആയിഷ ബീവി അടക്കം മുത്തുനബി തങ്ങളുടെ കുടുംബം ജീവിച്ചു പോയിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ അടുത്ത് പണയം വെച്ചിരിക്കുകയായിരുന്നു. ആ അള്ളാഹുവിന്റെ റസൂലിനാണോ നിങ്ങളെപ്പോലെ കോടിക്കണക്കിന് ആസ്തിയുള്ളത്, മണിമാളികകളുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സംരക്ഷിക്കും, അഭയം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച ആയത്തുകള് ഈ തങ്ങൾ പാപ്പാടെ ആത്മീയ ചൂഷണത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാൻ, മുത്തുമണികളുടെ സഹതാപം പിടിച്ചു പറ്റാൻ നൂറേ ഹബീബിന്റെ തങ്ങള് ചെറുപ്പത്തിലെ അനാഥനായിരുന്നില്ലേ? അള്ളാഹിന്റെ റസൂലും അനാഥനായിരുന്ന് ഒപ്പിക്കുകയാണ്. നൂറേ ഹബീബിന്റെ തങ്ങള് യതീംഖാനയിൽ പഠിച്ചില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരും മറ്റുള്ളവരുടെ സംരക്ഷണയിലായിരുന്നു. തുലനം ചെയ്യാണ്. നൂറേ ഹബീബിന്റെ തങ്ങള് ഉമ്മയെ നോക്കാൻ, അനുജന്മാരെ നോക്കാൻ യതീംഖാനയുടെ കലണ്ടർ വിറ്റ് നടന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ഇതുപോലെ ഒരു മജ്ലിസ് ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി. എങ്ങനെ ആസ്തി ഉണ്ടാക്കിയത്? എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്തു കൊടുക്കുന്നതിന് 7800 രൂപയും 3000 രൂപയും ഒക്കെ കൂലി പറഞ്ഞു വാങ്ങുന്ന വോയിസാ പുറത്തു വന്നത്. ആദ്യമൊക്കെ അതിനെ ന്യായീകരിച്ച് അത് എൻ്റെ വോയിസ് അല്ല, ആരൊക്കെയോ കൃത്രിമമാക്കി ഉണ്ടാക്കിയതാണെന്ന്. ഇപ്പൊ ഇന്നലെ പറയണത് കേട്ടു അതൊരു ചതിയാണ്, വോയിസ് നമ്മുടെയൊക്കെ തന്നെയാണ്, അത് സത്യത്തിൽ താത്താക്കയച്ചതൊന്നുമല്ല. ഇങ്ങനെ തരാതരം പോലെ കളവ് പറയാനും മാറ്റിപ്പറയാനും സഹതാപമുണ്ടാക്കാൻ ആയത്തോതാനും ഒക്കെ നല്ല മെയ്വഴക്കമുള്ള തങ്ങൾ പാപ്പ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം മുത്തുമണികള്. നിങ്ങൾക്ക് തലച്ചോറില്ലേ? ഒന്ന് ആലോചിച്ചുകൂടെ? എന്നിട്ട് ഇപ്പൊ തങ്ങൾ പാപ്പ പറയുന്നത് ലൈവിലും മുഴുവനും ടോക്കണില്ലട്ടോ, ഇവിടെ തിരക്കാൻ, ആളുകൾ കൂടാൻ, ഇവിടെ നമുക്ക് നിൽക്കാൻ സമയമില്ല, റെസ്റ്റ് വേണം, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കുന്നതാണ്
ഇതൊക്കെ പൊതുസമൂഹത്തോട് പറയുമ്പോൾ തങ്ങൾ പാപ്പാടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ആൾത്തിരക്കുണ്ടാകുന്നത്, അതുകൊണ്ടാണല്ലോ തങ്ങൾ പാപ്പാക്ക് റെസ്റ്റ് ഇല്ലാത്തത്. എന്നാൽ പിന്നെ ഞാനും ഒന്ന് പോയി നോക്കിക്കളയാം എന്ന് ആളുകൾ ചിന്തിക്കാൻ വേണ്ടി വളരെ സമർത്ഥമായിട്ട് ഈ പറയുന്ന ചെങ്ങാതി എല്ലാ വീഡിയോകളിലും ഇത് വിളിച്ചു പറയാം. എന്നിട്ട് പറയും ഇന്ന് കോട്ടക്കലാണ്, നാളെ കൊടക്കാടുണ്ടാകും, വിളിക്കേണ്ട നമ്പർ ഇതാണ്, ബുക്ക് ചെയ്യാൻ പറയാൻ. ഇത്ര തിരക്കുള്ള ആളാണെങ്കിൽ, ഇത്ര റെസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ എന്തിനാണ് ഈ ആളുകളോട് വിളിക്കാൻ പറയുന്നത്? സംഗതി പിടുത്തം വിട്ടുപോയിട്ടുണ്ട്. പഴയതുപോലെയുള്ള ആൾക്കൂട്ടമൊന്നും ഇപ്പോഴും ഇല്ല. എങ്കിലും അന്ധമായി ചിന്തിക്കാൻ മൂളയില്ലാത്ത കുറച്ചാളുകൾ, മുത്തുമണികൾ കൂടെയുള്ളത് കൊണ്ട് തങ്ങൾ പാപ്പ ഇങ്ങനെ പറയാൻ, ഇങ്ങനെ വിലസാൻ. അതിനോടൊപ്പം ചില മൗലിയാക്കന്മാരും, ഇപ്പൊ ഒരു വീഡിയോ കണ്ട് മൗലിയാക്കന്മാര് നിരന്ന് കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തങ്ങൾ പാപ്പാടെ മധു പറയാൻ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് കിട്ടണത് വാങ്ങിക്കോളൂ, നിങ്ങൾ ആ മജ്‌ലിസിൽ പോയി ദിക്ർ ചൊല്ലിക്കോളൂ. പക്ഷെ ഇതുപോലെയുള്ള തോന്യാസം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ അതിനെ ന്യായീകരിച്ചു കൊടുക്കുന്നത്? ശുദ്ധമായ തോന്യാസല്ലേ ഇയാളുടെ ആത്മീയ വാണിഭത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടുപിടിച്ചത്? ഇയാളുടെ പണക്കൂമ്പാരം പോലെയായിരുന്നോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണക്കൂമ്പാരം ഉണ്ടായിരുന്നോ? കിട്ടുന്നത് മുഴുവനും ദാനം ചെയ്യുന്ന, ഒന്നും കയ്യിൽ വെക്കാത്ത, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് രാത്രിയാകുന്നതിനു മുമ്പേ ദാനം ചെയ്യുന്ന ദാനശീലരായ പ്രവാചകർ. നിങ്ങളോ, നിങ്ങൾക്ക് കിട്ടുന്ന കോടികളിൽ നിന്ന് നിങ്ങൾ ഒരു വിഹിതം അനാഥകളെ സഹായിക്കുന്നുണ്ട്, യതീം കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ കെട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അടിത്തറ ശരിയല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് എന്ത് നന്മ ചെയ്താലും അതൊന്നും നിലനിൽക്കില്ല, പൊളിഞ്ഞു വീണുപോകും. അടിത്തറ ശരിയാക്കണം. നിങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ഇത് നടത്തിക്കൊണ്ടുപോകുന്ന മാർഗം, അതൊക്കെ ശുദ്ധമായിരിക്കണം. അള്ളാന്റെ റസൂലിനെ കൂട്ടുപിടിച്ചിട്ട്, പരിശുദ്ധ ഖുർആനിനെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈ കൂട്ടുന്ന പണക്കൊഴുപ്പിനെ, നിങ്ങൾ ഈ സമ്പാദിച്ചുണ്ടാക്കുന്നതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. വിവരക്കേടുകൾ പറയരുത്. സ്വലാത്തിന്റെ പേരിൽ നിങ്ങൾ ആത്മീയതയെ കച്ചവടം ചെയ്യരുത്. അഹ്ലു ബൈത്താണെങ്കിൽ അള്ളാഹു ചെയ്ത ആ നിഅമത്തിനെ നിങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കരുത്. നിങ്ങൾ അഹ്ലു ബൈത്ത് എന്ന ആ ഒരു സ്ഥാനത്തെ, ആ ഒരു മഹത്വത്തെ കച്ചവടം ചെയ്യാണ് സത്യത്തിൽ. ഇതിന് കൂട്ടു നിൽക്കുന്ന മൗലവിമാരെ, 50,000 നിങ്ങൾക്ക് ശമ്പളം കിട്ടിയേക്കാം, 5 ലക്ഷം നിങ്ങൾക്ക് മകളെ കെട്ടിക്കാൻ കിട്ടിയേക്കാം, നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു ലോകത്തെത്തണ്ടേ? മറ്റേ മുത്തുമണികൾ, സാധുക്കൾ, മതപരമായ വിവരമില്ലാത്തവരാണ്. തങ്ങൾ പാപ്പാടെ നീട്ടിയുള്ള ശബ്ദം, കരഞ്ഞുകൊണ്ടുള്ള വാഴ്, അതുപോലെ ചെറുപ്പത്തിലെയുള്ള ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചതിന്റെ വേദനകൾ, ഇതൊക്കെ പറയുമ്പോൾ ആ പാവങ്ങൾ അവരുടെ നിഷ്കളങ്ക മനസ്സുകൊണ്ട് തങ്ങൾ പാപ്പ പറയുന്നത് വിശ്വസിച്ചിട്ട് തങ്ങൾ പാപ്പാക്ക് വേണ്ടി എന്തും ചെയ്യുന്നതാ. പക്ഷെ ഈ മൗലവിമാരങ്ങനാണോ? അവര് മതം പഠിച്ചവരല്ലേ, അവര് ദീന് പഠിച്ചവരല്ലേ? കൂട്ടത്തിൽ ഒരു ഫൈസിയില്ലേ? അയാൾ ഉൾപ്പെടെയുള്ള കുറച്ച് മൗലിയാക്കന്മാര് ആയത്തും ഹദീസും ഓതിക്കൊടുത്തിട്ട് എന്ത് ചെയ്താലും ന്യായീകരിക്കുകയാണ്. എന്തു പറയാനാണ്? മുത്തുമണികളോട് പറയട്ടെ, നിങ്ങൾ വിവരമില്ലാതെ കൂടിയതാണെങ്കിലും സമൂഹം നിങ്ങളോട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. മാറണമെന്നൊന്നും പറയുന്നില്ല, പോകണ്ടെന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നലെ പറഞ്ഞതാണോ ഇന്ന് പറയുന്നത്, ഇന്ന് പറഞ്ഞതാണോ ഇനി നാളെ പറയുന്നത്? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഇദ്ദേഹം നടത്തുന്നത് ചൂഷണമാണോ അതോ ഇഖ്ലാസുള്ള ആത്മീയ മജ്‌ലിസാണോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.